നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോർപ്പറേഷൻ ഭരണം കെടുകാര്യസ്ഥതയുടെ കൂടാരം. ധർണയുമായി ഡിവൈഎഫ്ഐ. ധർണ വഞ്ചനക്കും വികസന മുരടിപ്പിലും പ്രതിഷേധിച്ച് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത് നഗ്നമായ അഴിമതിയെന്ന് സരിൻ ശശി. തെരുവ് നായ വാഴും നഗരം പ്രതിഷേധവുമായി AIYF. മൾട്ടി ലെവൽ കാർ പാർക്കിംഗിലെ അഴിമതിയും അന്വേഷിക്കണം. AIYF കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിൽ ആവശ്യങ്ങളേറെ. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് P. അജയകുമാർ. കുടുംബശ്രീയുടെ വികസന പദ്ധതികൾ തുറന്നുകാട്ടി മാധ്യമ ശില്പശാല. ലക്ഷ്യം മാധ്യമങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക. പ്രവർത്തനങ്ങളും ഇടപെടലുകളും അനുഭവം പങ്കുവെക്കലുമായി വിവിധ സെഷനുകൾ. ശില്പശാലയിൽ പ്രദർശന വിപണനമേളയും. വാർത്തകൾ വിശദമായി. കണ്ണൂർ കോർപ്പറേഷന്റെ ജനവഞ്ചനയ്ക്കും വികസന മുരടിപ്പിനുമെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ ഏകദിന ധർണ നടത്തി. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ പയ്യാമ്പലത്തുള്ള നമ്മുടെ തെരുവൂരത്തിനകത്താണ് നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ദിവസവും ഒരു ശരാശരി കണക്ക് വെച്ചാൽ ദിവസം ഏതാണ്ട് 15ഓളം മൃതശരീരങ്ങളാണ് ഈ പറയുന്ന പയ്യാമ്പലത്തെ നമ്മുടെ ശ്മശാനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്ത നിലയിൽ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശവമായിട്ട് വരുന്ന ആംബുലൻസുകൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥ അത് കണ്ണൂരിൽ മാത്രമാണ്. ക്യൂ നിൽക്കുന്നത് മാത്രമല്ല, അവിടെ ആ ശവം ദഹിപ്പിക്കണമെങ്കിൽ കെടുകാര്യസ്ഥതയുടെ കൂമ്പാരമായി കണ്ണൂർ കോർപ്പറേഷൻ മാറിയിട്ടുണ്ട്. നഗ്നമായ അഴിമതി നടക്കുന്നതായി ഓഡിറ്റ് വിഭാഗം ചൂണ്ടിക്കാട്ടി. എങ്ങനെ അഴിമതി നടത്താമെന്ന ഗവേഷണ കേന്ദ്രമായി കണ്ണൂർ കോർപ്പറേഷൻ മാറിയിട്ടുണ്ട്. മൾട്ടി പാർക്കിംഗ് സിസ്റ്റത്തിന്റെ കാര്യത്തിലായാലും പയ്യാമ്പലം പൊതുശ്മശാനത്തിന്റെ കാര്യത്തിലായാലും കോർപ്പറേഷൻ അമ്പെ പരാജയപ്പെട്ട ദയനീയ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് സരിൻ ശശി പറഞ്ഞു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ശ്രീരാമൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് AP അൻവീർ സ്വാഗതം പറഞ്ഞു. K. റജിൽ, TP നിവേദ്, റസൽ രാജ്, T. അഖിൽ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് നടന്ന ധർണാ സമാപനം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എടക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം സംഘടനയിൽ അംഗത്വമെടുത്തവർക്ക് വരവേൽപ്പ് നൽകി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ PV ഉപേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുറേ ആളുകൾ KSSBയിൽ നിന്നും രാജിവെച്ച് നമ്മുടെ സംഘടനയിലേക്കാണ്. രണ്ട് സംഘടനയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള ജനാധിപത്യ വിശ്വാസികളുടെ സംഘടന. അതുപോലെ ആ സംഘടനയിൽ കഴിഞ്ഞ 6 വർഷമായി, അവർ 9 വർഷമായി ഇപ്പോൾ അടുത്ത് വന്ന ആളെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഒരു ശ്വാസം മുട്ടിക്കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാരിനെ പിന്തുണയ്ക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ട മാത്രമാണ് KSSB. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സർക്കാരിനെതിരെയുള്ള ഭരണപക്ഷത്തായാലും അതുപോലെ തന്നെ പ്രതിപക്ഷത്തായാലും എല്ലാ കാലവും നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ മുഖം നോക്കാതെ പ്രവർത്തിച്ച പാരമ്പര്യമാണ് നമ്മുടെ സംഘടന. അംഗങ്ങളുടെ മക്കൾ, പേരമക്കൾ എന്നിവരിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയവരെയും സംസ്ഥാന ഇൻസ്പയർ അവാർഡ് നേടി ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ധ്യാനശ്രീ ഗിരീഷിനെയും അനുമോദിച്ചു. മണ്ഡലം പ്രസിഡന്റ് PK പ്രേമരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് K. മോഹനൻ പുതിയ അംഗങ്ങളെ വരവേറ്റു. എടക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് പുതുക്കുടി, KK രവീന്ദ്രൻ, KPK കുട്ടികൃഷ്ണൻ, MP ജോർജ്, P. ധർമാനന്ദൻ, C. ഹരിദാസൻ, MK അങ്കുരാജൻ, M. വിനോദൻ, NP പത്മജ, M. രഞ്ജിനി, KK ലക്ഷ്മി, PV സുരേഷ് ബാബു, T. അരവിന്ദാക്ഷനെ അശോകൻ, MVC രഞ്ജിത്ത്, AR പങ്കജാക്ഷി, N. പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏഴര പാറാപ്പള്ളി കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മമ്പറം കായലോട് പറമ്പായി റോഡ് MC ഹൗസിൽ റൌഫിന്റെ മകൻ ഫർഹാൻ റൌഫിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കടലിൽ വീണ സ്ഥലത്തു നിന്നും 2 കിലോമീറ്റർ മാറി ഇന്ന് പുലർച്ചെ മുഴപ്പിലങ്ങാട് ശ്മശാനത്തിനരികിലെ തീരത്താണ് മൃതദേഹം ഉണ്ടായത്. ഇന്നലെ കോസ്റ്റൽ പോലീസിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ബോട്ടുകൾ കടലിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ശ്രമം വിഫലമായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 7ഓടെയായിരുന്നു സംഭവം. കൂട്ടുകാർക്കൊപ്പം കടപ്പുറത്ത് എത്തിയതായിരുന്നു ഫർഹാൻ. കടപ്പുറത്തുള്ള പാറയുടെ മുകളിൽ നിൽക്കുകയായിരുന്ന ഇവരുടെ മേൽ ശക്തമായി അടിച്ച തിരയിൽ ഫർഹാൻ കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിനെ ബാധിച്ചു.
കണ്ണൂർ കൊട്ടിയൂരിൽ ഫോട്ടോഗ്രാഫർക്ക് മർദ്ദനം. ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ കൂടെയുള്ളവർ ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചെന്നാണ് പരാതി. ദേവസ്വം ഫോട്ടോഗ്രാഫർ സജീവ് നായർക്കാണ് മർദ്ദനമേറ്റത്. ജയസൂര്യക്ക് ഒപ്പമുണ്ടായിരുന്നവർ ഫോട്ടോ എടുക്കുന്നത് തടഞ്ഞ് മർദ്ദിച്ചുവെന്ന് സജീവ് നായർ പറഞ്ഞു. ദേവസ്വം ഫോട്ടോഗ്രാഫർ ആണെന്ന് പറഞ്ഞിട്ടും മർദ്ദിച്ചെന്നും ആരോപണമുണ്ട്. ജയസൂര്യ നടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നെ വിളിച്ചിരുന്നു. ഞാൻ ദേവസ്വം നിയമിച്ച അക്കര കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഫോട്ടോയും വീഡിയോ എടുക്കാൻ നിയമിച്ച ഫോട്ടോഗ്രാഫറാണ്, മാധ്യമപ്രവർത്തനം കൂടിയാണ്. അപ്പം ഇന്ന് രാവിലെ വിളിച്ചു, ജയസൂര്യ വരുന്നുണ്ട്, എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പം ഒരുപാട് ആളുകൾ തിരുവഞ്ചൂരിൽ നിന്ന് മൊബൈൽ വീഡിയോ എടുക്കുന്നുണ്ട്, ജയസൂര്യ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും അതിൻ്റെ കയറി വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജയസൂര്യൻ്റെ കൂടെ വന്ന ഒരു പ്രായമുള്ള പുള്ളി എൻ്റെ ക്യാമറ ലെൻസ് പിടിച്ചിരിച്ച് പറഞ്ഞു, ഇവിടെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ദേവസ്വം ഫോട്ടോഗ്രാഫറാണ്, പിന്നെ ദേവസ്വം വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ആര് വിളിച്ചാലും എനിക്ക് ഫോട്ടോ എടുക്കാൻ അനുമതിയില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ലെൻസ് പിടിച്ചിട്ട് അവർ ഒറ്റ തിരിച്ചായിരുന്നു. അപ്പോൾ ലെൻസിന് സ്ക്രാപ്പ് ചെറുതായിട്ട് പൊട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ഞാൻ ദേവസ്വം ഓഫീസിൻ്റെ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തുള്ളൂ, റെക്കോർഡ് അമർത്തുന്നത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജയസൂര്യൻ്റെ ഒപ്പമുള്ള 2-3 പേര് ഒരുമിച്ച് ചേർന്നിട്ട് എന്നെ പിടിച്ചിട്ട് എൻ്റെ വയറിനും കൈക്കും പിടിച്ചിട്ട് നേരെ ദേവസ്വം ഓഫീസിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് CCTV ദൃശ്യം കൃത്യമായിട്ട് കിട്ടും, അവിടെയുണ്ട്. എന്നെ മുന്നിൽ കൊണ്ടുപോയിട്ട് അവർ 3 കൂടി ചേർന്നിട്ട് എൻ്റെ വയറിന് ശക്തമായി ഇടിക്കുന്നത്, കൈ പിടിച്ച് ഇടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എവിടുത്തെ മാധ്യമപ്രവർത്തനായാലും എവിടുത്തെ ദേവസ്വത്തിൻ്റെ ആളായാലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യും. ജയസൂര്യ മുന്നിൽ നടന്നു നീങ്ങുന്നതിനൊപ്പരം ഇവരുണ്ട്, ഇവരൊരു 10-12 പേര് ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷേ ഈ 3 പേരാണ് എന്നെ ക്രൂരമായിട്ട് ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത്. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോർപ്പറേഷൻ ഭരണം കെടുകാര്യസ്ഥതയുടെ കൂടാരം. ധർണയുമായി DYFI. ധർണ വഞ്ചനക്കും വികസന മുരടിപ്പിലും പ്രതിഷേധിച്ച്. ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത് നഗ്നമായ അഴിമതിയെന്ന് സരിൻ ശശി. തെരുവ് നായ വാഴും നഗരം പ്രതിഷേധവുമായി AIYF. മൾട്ടി ലെവൽ കാർ പാർക്കിംഗിലെ അഴിമതിയും അന്വേഷിക്കണം. AIYF കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിൽ ആവശ്യങ്ങളേറെ. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് P. അജയകുമാർ. കുടുംബശ്രീയുടെ വികസന പദ്ധതികൾ തുറന്നുകാട്ടി മാധ്യമ ശില്പശാല. ലക്ഷ്യം മാധ്യമങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക. പ്രവർത്തനങ്ങളും ഇടപെടലുകളും അനുഭവം പങ്കുവെക്കലുമായി വിവിധ സെഷനുകൾ. ശില്പശാലയിൽ പ്രദർശന വിപണനമേളയും. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയമുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ
ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈയൊരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വീണ്ടും വാർത്തയിലേക്ക്. കണ്ണൂർ നഗരത്തിലെ തെരുവുനായ ശല്യം പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് AIYF കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് P. അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ആളുകളെ അത് ഒരു ദിവസമാണെന്ന് വിചാരിച്ച് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പിറ്റേ ദിവസം നോക്കുമ്പോൾ വീണ്ടും ആളുകളെ പട്ടിയിടിക്കുക. ഇപ്പൊ ഞാൻ നടന്നു വരുമ്പോ ആ യോഗശാല റോഡിനകത്ത് 2-3 കുട്ടികൾ ഓടിപ്പോകുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ തെരുവുനായ ഭയന്നിട്ട. ഈ നഗരത്തിനകത്ത് ഈ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ നഗരം എത്തിച്ചേർന്നത് ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറും അതുപോലെ തന്നെ ഇതിന്റെ ഭരണാധികാരികളും അവർ കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥയുടെ അതുപോലെ തന്നെ അഴിമതിയുടെ ഉൾപ്പെടെയുള്ള അവരുടെ ദയനീയമായ ഭരണ പരാജയമാണ് ഈ നഗരം ഇങ്ങനെയാക്കി തീർക്കുന്നത്. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് കേന്ദ്രങ്ങൾ തുറന്നുകൊടുക്കുക, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അഴിമതി അന്വേഷിക്കുക, നഗരത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, മാലിന്യ നീക്കത്തിലെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് AIYF കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. AIYF ജില്ലാ പ്രസിഡന്റ് KR ചന്ദ്രകാന്ത് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KV സാഗർ സ്വാഗതം പറഞ്ഞു. KV രജീഷ്, KV പ്രശോഭ്, PA ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. കുറ്റ്യാട്ടൂർ കൃഷിഭവൻ, കുടുംബശ്രീ, മാംഗോ പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും ചട്ടുകപ്പാറയിൽ നടന്നു. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP റെജി ഉദ്ഘാടനം ചെയ്തു. വീണ്ടെടുക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം വർഷം തോറും നമ്മൾ ഞാറ്റുവേല ചന്ത കുറച്ചും കൂടി പ്രാധാന്യത്തോടു കൂടി ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം കുറെ ആശങ്കകൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വന്നപാടെ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് പന്നി മുഴുവൻ കൊണ്ടുപോയി എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഒരു തുടക്കം എന്നുള്ള ഒരു ഇതില് നമ്മൾ സൗര വേലി എന്നുള്ള രീതിയിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് വിജയകരമായാൽ നമുക്കത് വർഷം തോറും ആ ഒരു പദ്ധതി ജനകീയാസൂത്രണ പദ്ധതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക കർഷകരെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ്. എനിക്ക് തോന്നുന്ന കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദന മേഖലയ്ക്ക് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്താണ് ഫണ്ട് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറ്റ്യാട്ടൂർ നമുക്കറിയാം കാർഷിക മേഖലയ്ക്ക് കുറച്ചും കൂടി ഊന്നൽ കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. കർഷകര് നമുക്കറിയാം നല്ല രീതിയിൽ കർഷകരുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ നടപ്പിലാക്കുന്ന കൃഷി സമൃദ്ധി പഞ്ചായത്ത് സംസ്ഥാനത്തെ 941 പഞ്ചായത്തില് 107 പഞ്ചായത്തിലാണ് കൃഷി സമൃദ്ധി പഞ്ചായത്തായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. അതൊന്ന് നമ്മുടെ കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിലാണ്. വൈസ് പ്രസിഡന്റ് നിജിലേഷ് പറമ്പൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ AK സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു. ചന്തയിൽ വെച്ച് വിവിധ ഫലവൃക്ഷ തൈകൾ, തെങ്ങ്, കവുങ്ങ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, കുരുമുളക് തൈകൾ, കുറ്റ്യാട്ടൂർ മാങ്ങയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയും നടീൽ വസ്തുക്കൾ പരസ്പരം കൈമാറുന്നതിനുള്ള അവസരവും ഉണ്ടായിരുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KC അനിത, കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ AK ശശീന്ദ്രൻ, CDS ചെയർപേഴ്സൺ C ബിന്ദു, മാംഗോ പ്രൊഡ്യൂസേഴ്സ് കമ്പനി മാനേജർ VO പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ വിവിധ പദ്ധതികളെക്കുറിച്ച് അവബോധം നൽകുന്നതിനും പദ്ധതി പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായ പ്രചരണം നൽകുന്നതിനുമായി ജില്ലാതലത്തിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പ്രസ് ക്ലബ്ബ് കണ്ണൂരും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടെ ഹോട്ടൽ റോയൽ ഒമേഴ്സിൽ വെച്ച് നടന്ന ശില്പശാല കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷ പ്രസംഗത്തിൽ ഇൻഫർമേഷൻ ഓഫീസർ പറഞ്ഞതുപോലെ ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഒരു 10 രൂപ നോട്ട് പോലും സ്വന്തമായി കയ്യിലില്ലാതിരുന്ന സ്ത്രീകളായിരുന്നു ഭൂരിഭാഗവും. അങ്ങനെ ഉണ്ടായിരുന്ന സ്ത്രീകൾ കുടുംബശ്രീ ആരംഭിച്ച് ഒരു 1-2 വർഷക്കാലമായപ്പോഴേക്കും ഒരു ബാങ്ക് എങ്ങനെയാണോ പണമിടപാട് കൈകാര്യം ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക്
കൃത്യമായി, കാര്യക്ഷമമായി, സുതാര്യമായി പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനും സൂക്ഷിക്കുന്നതിനും വായ്പ കൊടുക്കുന്നതിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വിജയൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി വിനീഷ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ, കോർപ്പറേഷൻ CDS ചെയർപേഴ്സൺ ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ കണ്ണൂർ ഈ വർഷം നടത്തുന്ന പ്രവർത്തനങ്ങൾ, തദ്ദേശീയ മേഖലയിൽ കുടുംബശ്രീ നടത്തിയ ഇടപെടലുകൾ, കുടുംബശ്രീ മാതൃക CDSകളിലെ സംരംഭകരുടെ അനുഭവം പങ്കുവെക്കൽ, മാധ്യമപ്രവർത്തകരുടെ സംശയ നിവാരണം എന്നിങ്ങനെ 4 സെഷനുകളാണ് ശില്പശാലയിൽ. ശില്പശാലയുടെ ഭാഗമായി കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന പ്രദർശന വിപണന മേളയും ഒരുക്കിയിരുന്നു. ഭീകര ഓർമ്മകൾ പങ്കിട്ട് തോട്ടട പ്രതീശൻ സ്മാരക വായനശാല ഗ്രന്ഥാലയം അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി ക്രൂരതയ്ക്ക് വിധേയമായവരുടെ സംഗമവും അനുഭവങ്ങൾ കൈമാറലും നടത്തി. ലൈബ്രറി കൗൺസിൽ എടക്കാട് സമിതി കൺവീനർ ജനു ആയിച്ചങ്കണ്ടി ഉദ്ഘാടനം ചെയ്തു. ക്രൂരത കാണിക്കുകയും മറുഭാഗത്ത് മറ്റ് ചില നമ്മളൊരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, കേൾക്കാൻ കൊള്ളാത്ത തരത്തിലുള്ള ജീവിതം ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ കുടുംബാലയം. വായനശാല പ്രസിഡന്റ് TK സുധാകരൻ അധ്യക്ഷനായി. രവീന്ദ്രൻ കിഴുന്ന, KP കരുണാകരൻ, P സുനിൽകുമാർ എന്നിവർ അനുഭവങ്ങൾ അവതരിപ്പിച്ചു. രാജീവൻ എടച്ചൊവ്വ, K പ്രകാശൻ, TP പ്രകാശൻ, K സജീവൻ, K പ്രശാന്ത്, സതീശൻ എന്നിവർ സംസാരിച്ചു. സിറ്റി മരക്കാർകണ്ടി യുവജന വായനശാലയിൽ രവീന്ദ്രൻ കിഴുന്ന ഉദ്ഘാടനം ചെയ്തു. EK സിറാജ് അധ്യക്ഷനായി. ശ്രീധരൻ ഉരുവച്ചാൽ, രാജീവൻ എടച്ചൊവ്വ, പേഴ്സി ഗോവിയസ്, രാജേഷ് കൊയിലേരി എന്നിവർ സംസാരിച്ചു. എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. മഴനടത്തവും ഫ്ലാഷ് മോബും അക്ഷയപാത്രത്തിലെ വിതരണവുമായി നടന്ന ദിനത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര കണ്ണൂർ CI ശ്രീജിത്ത് കൊടേരി ഫ്ലാഗ് ഓഫ് ചെയ്തു. സമാപന സമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ PP വത്സലൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അസംബ്ലിയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ സ്കൂൾ ലീഡറുടെ നേതൃത്വത്തിൽ നടന്നു. ലഹരി വിരുദ്ധ സന്ദേശയാത്ര കണ്ണൂർ CI ശ്രീജിത്ത് കൊടേരി ഫ്ലാഗ് ഓഫ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാമെന്ന ഒരു മഹത്തായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഇതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പലതരത്തിലുള്ള പരിപാടികൾ ഇന്നിവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഫ്ലാഷ് മോബ് അടക്കമുള്ള പരിപാടികൾ, എല്ലാ പരിപാടിക്കും കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ലഹരിക്കെതിരായി നമുക്ക് അണിചേരാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവിധ വർണ്ണങ്ങളിലുള്ള മഴക്കോട്ടുകൾ ധരിച്ച് കുട്ടികൾ ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കി നടത്തിയ സന്ദേശയാത്രയ്ക്ക് ഓട്ടോ ഡ്രൈവർമാരും വ്യാപാരികളും സ്വീകരണം നൽകി. വാരം ടൗണിൽ സമാപിച്ചു. ലഹരി വിരുദ്ധ സന്ദേശം നൽകി ടീൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് മുണ്ടയാട്, വാരം ടൗൺ, വലിയന്നൂർ ടൗണുകളിൽ പ്രദർശിപ്പിച്ചു. സമാപന സമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ PP വത്സലൻ ഉദ്ഘാടനം ചെയ്തു. കടമ നാട്ടുകാരുടെ ആകെ ഒന്നാകെ ഉള്ളവരുടെ കടമയാണ് അതിനെതിരായിട്ടുള്ള പോരാട്ടം എന്നതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ മക്കൾ അവർ വളർന്നു വരുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ നാടിന്റെ ഓമനകൾ, അവർ ഈ സമൂഹത്തിന്റെ ആകെ വാഗ്ദാനങ്ങളായി മാറേണ്ടവരാണ്. അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ലഹരി മാഫിയയെ നമുക്ക് തകർക്കാൻ വേണ്ടി കഴിയണം. നമുക്ക് അതിനെതിരായി ഒരു സ്വാതന്ത്ര്യ സമരം പോലെ പോരാടാൻ വേണ്ടി കഴിയണം. ഹെഡ്മാസ്റ്റർ PP സുബൈർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PTA പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ലഹരി വിരുദ്ധ പഞ്ചിങ് തിരക്കഥാകൃത്തും സംവിധായകനുമായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുജിത് C ഉദ്ഘാടനം ചെയ്തു. 10ാം തരം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ അക്ഷയപാത്ര ഭക്ഷണ വിതരണ പരിപാടിയിൽ പങ്കെടുക്കുകയും സ്റ്റേഷൻ സന്ദർശന പരിപാടി നടത്തുകയും കുട്ടികൾ സ്വയം നിർമ്മിച്ച ബാഡ്ജുകൾ അണിയിക്കുകയും ചെയ്തു. മദർ PTA പ്രസിഡന്റ് സഹീറ T, KM കൃഷ്ണകുമാർ, K പുഷ്പജൻ, PC മെഹമ്മൂദ്, KP വിനോദ് കുമാർ, MPM അഷ്റഫ്, അസ്ലം വലിനൂർ എന്നിവർ ആശംസകൾ നേർന്നു. കണ്ണൂർ പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും വിമുക്തി ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ലഹരി വിരുദ്ധ റാലി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ K ഇസ്മായിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. പള്ളിക്കുന്ന് ബസ് സ്റ്റോപ്പ് കേന്ദ്രീകരിച്ച് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഞാനും പങ്കാളിയാണെന്ന് കാണിച്ച് പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് ഒപ്പുമരം തീർത്തു. വിദ്യാർത്ഥികൾക്കായി പോസ്റ്റർ നിർമ്മാണ മത്സരവും ഉപന്യാസ രചനാ മത്സരവും സംഘടിപ്പിച്ചു. പ്രവർത്തനങ്ങൾ പ്രിൻസിപ്പൽ യൂസഫ് ചന്ദ്രങ്കണ്ടി, ഹെഡ്മിസ്റ്റർ ശ്രീജ PK, NSS പ്രോഗ്രാം ഓഫീസർ K ഇസ്മായിൽ, വിമുക്തി ക്ലബ്ബ് കൺവീനർ PS സുശാന്ത്,
പ്രിയേഷ് OK എന്നിവർ നേതൃത്വം നൽകി. ലഹരിക്കെതിരെ കലയിലൂടെ ബോധവൽക്കരണവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. പിലാത്തറ ലാസ്യ കോളേജാണ് ലഹരി വിരുദ്ധ ദിനത്തിൽ സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും ബോധവൽക്കരണം നടത്തിയത്. 35 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മഹാവിപത്തായ ഒരു തലമുറയെ നശിപ്പിക്കുന്ന ലഹരി മരുന്നിനെതിരെ ജാഗ്രത പുലർത്തുക എന്ന ആഹ്വാനവുമായി ലഹരി വിരുദ്ധ ദിനത്തിൽ പിലാത്തറ ലാസ്യ കോളേജ് സംഗീതത്തിലൂടെയും നൃത്തത്തിലൂടെയും ബോധവൽക്കരണം എന്ന നിലയിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. നമുക്കൊരു ഇന്നത്തെ യുവതലമുറ ഏത് വഴിയിലേക്കാണ് പോകുന്നുള്ളത് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. പല രീതിയിലാണ് മയക്കുമരുന്ന് അവരെ സ്വാധീനിക്കുന്നത്. അത് ചിലപ്പോൾ അത് സങ്കടത്തുനിന്ന് രക്ഷ നേടാതിരിക്കാം, ചിലപ്പോൾ യുവതലമുറ പരീക്ഷ അവരങ്ങനെ കണ്ടിരിക്കാം, ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിന്റെ സാഹചര്യമായിരിക്കാം. ഇതിപ്പോ ഏത് തരത്തിലാണ് ഈ യുവതലമുറ ഇതിലേക്ക് അതിന്ന് രക്ഷപ്പെടാൻ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കാം അവർ ഈ സംഭവം ഇതിലേക്ക് ഈ മയക്കുമരുന്നിലേക്ക് പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ച് കൊണ്ടുവരികയും അത് ലാസ്യ എന്ന് പറയുമ്പോൾ ഒരു നൃത്തത്തിന്റെ സ്ഥാപനമാണ്. അപ്പോൾ നമ്മളിവിടെ കൂടുതലും പെൺകുട്ടികളാണ്. അപ്പോൾ ഒരു പക്ഷേ ഇതിന്റെ ഭീകരത അനുഭവിക്കുന്നതും ചിലപ്പോൾ സ്ത്രീകളാണ്. അപ്പോൾ ഇത് ലഹരിക്കെതിരെ ലാസ്യയുടെ ഒരു നമ്മുടെ നൃത്തത്തിൽ കൂടി ഇതിനെതിരായിട്ട് എങ്ങനെ പ്രതികരിക്കാം എന്നുള്ളതിന്റെ ഒരു കണ്ടെത്തലാണ് നമ്മളിവിടെ തന്നെ നൃത്ത അധ്യാപികയായ വിദ്യാലക്ഷ്മി അതിന്റെ ജാഗ്രത എന്നുള്ള ഇത് ലഹരിക്കെതിരെ ജാഗ്രത എന്ന വരി എഴുതിക്കൊണ്ട് അതിന് നമ്മുടെ സംഗീത അധ്യാപകരായ അനീഷ, രമേശ്, ശ്രീജ, രാജപ്പൻ തുടങ്ങിയ സംഗീത അധ്യാപകരും അതിന് സംഗീതം നൽകിക്കൊണ്ട് ലാസ്യത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അതിന് ഒരു കൊറിയോഗ്രാഫി ചെയ്തിട്ടാണ് ഈ ഒരു നൃത്താവിഷ്കാരം ലഹരിക്കെതിരെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഭരതനാട്യ അധ്യാപിക ഡോക്ടർ ഇ വിദ്യാലക്ഷ്മിയുടെ വരികൾക്കാണ് രംഗഭാഷ്യം ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്, അതുപോലെ അഭിമാനവും തോന്നുന്നു. കാരണം നമ്മളെ ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒരു സന്ദേശം അയക്കുന്നതിൽ കലയിൽ വഹിക്കുന്ന ഒരു പങ്ക് വളരെ വലുതാണ്. പല മാധ്യമങ്ങളിലൂടെ നമുക്ക് സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥാപനത്തിൽ നമ്മുടെ നൃത്തം, സംഗീതം രണ്ടും കൂടി സമന്വയിപ്പിച്ച് ഞങ്ങൾ ഈ ലോകത്തിലേക്കുള്ള എല്ലാവരോടും ഈ സന്ദേശം കൈമാറാൻ വിചാരിക്കുന്നു. അതായത് മദ്യം, മയക്കുമരുന്ന് ഇതുപോലെയുള്ള ശാസ്ത്രീയമായിട്ടുള്ള വസ്തുക്കൾ ഇനി വരുന്ന തലമുറ ഉപയോഗിക്കാതെ നല്ലൊരു ഭാവി അവർക്ക് ഉണ്ടാവട്ടെ എന്നുള്ള ഒരു ആശയം കൈമാറാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. 35 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. നാസിയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ കലാമണ്ഡൽ ലത ഇടവലത്തിന്റെ മേൽനോട്ടത്തിൽ നൃത്ത അധ്യാപകരായ ഡോക്ടർ ഇ വിദ്യാലക്ഷ്മി, വീണ, സംഗീത അധ്യാപകരായ ഡോക്ടർ അനീഷ, ശ്രീജ തുടങ്ങിയവരാണ് ഈ ആവിഷ്കാരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മാനവരാശിയെ തകർക്കുന്ന മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,985, പവന് 71,880 രൂപ, വെള്ളി 117 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. കോർപ്പറേഷൻ ഭരണം കെടുകാര്യസ്ഥതയുടെ കൂടാരം. ധർണയുമായി DYFI. ധർണ വഞ്ചനക്കും വികസന മുരടിപ്പിലും പ്രതിഷേധിച്ച് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയത് നഗ്നമായ അഴിമതിയെന്ന് സരിൻ ശശി. തെരുവ് നായ വാഴും നഗരം പ്രതിഷേധവുമായി AIYF. മൾട്ടി ലെവൽ കാർ പാർക്കിംഗിലെ അഴിമതിയും അന്വേഷിക്കണം. AIYF കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിൽ ആവശ്യങ്ങളേറെ. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് P. അജയകുമാർ. കുടുംബശ്രീയുടെ വികസന പദ്ധതികൾ തുറന്നുകാട്ടി മാധ്യമ ശില്പശാല. ലക്ഷ്യം മാധ്യമങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക. പ്രവർത്തനങ്ങളും ഇടപെടലുകളും അനുഭവം പങ്കുവെക്കലുമായി വിവിധ സെഷനുകൾ. ശില്പശാലയിൽ പ്രദർശന വിപണനമേളയും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.